വടകര MDMA കേസിൽ നിർണായക വഴിത്തിരിവ്. കേസിലെ പ്രധാന കണ്ണി വയനാട് സ്വദേശിയാണെന്ന സൂചനയിൽ പോലീസ്. അതേസമയം ബംഗളൂരുവിലുള്ള പ്രതികളുടെ മറ്റൊരു വനിതാ സുഹൃത്തും പോലീസ് നിരീക്ഷണത്തിലാണ്. ലഹരി വിൽപ്പനയിലൂടെ 3 അധ്യാപകർ ഉൾപ്പെടെ 5 പേർ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു. കോഴിക്കോട് നിന്ന് കോഴിക്കോട് നിന്ന് രമ്യാദാസ് ആയിരുന്നു. രമ്യ, ഈ കോഴിക്കോട് ആണ് ഇപ്പോൾ അധ്യാപികമാർ ലഹരി വിൽപ്പനയുടെ കണ്ണികളാകുന്നു. ഞെട്ടലോടെയാണ് ഈ വാർത്ത കേരളം കേട്ടത്. അവർ കോടിക്കണക്കിന് രൂപ അവർ സമ്പാദിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അവർ സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകുന്നത്. അവരുടെ ഇപ്പോൾ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയാണ്. ഇനിയും ഈ ചങ്ങലയിൽപ്പെട്ടവർ വലയിലാകാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ടല്ലോ രമ്യാദാസ്. തീർച്ചയായും വിനോദ്, കാരണം കേരളം ഏറെ ഞെട്ടലോടെ കേട്ടൊരു വാർത്ത തന്നെയാണ്. കാരണം അധ്യാപകർ ഏറെ റോഡ് മോഡലാവേണ്ട, കുട്ടികൾക്കുൾപ്പെടെ റോഡ് മോഡലാവേണ്ടവരാണ് അധ്യാപകർ. ഈ അധ്യാപികമാരാണ് ഇത്തരത്തിൽ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നത്. അതായത് ഈ തൂഫാന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള അന്വേഷണം, പരിശോധനയെല്ലാം നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ അധ്യാപികമാരെ കൂടി ഇത്തരത്തിൽ ഈ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നത്. കാരണം നിലവിലിപ്പോൾ ഈ 3 അധ്യാപികമാർ ഉൾപ്പെടെ 5 പേരാണ് നിലവിലിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കാരണം നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികളിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നു. അതായത് കൂടുതൽ കണ്ണികൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുണ്ടെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകളെല്ലാം തന്നെ. അതായത് ഇപ്പോൾ നിലവിൽ ഈ അധ്യാപികമാരെ പ്രാഥമികമായൊക്കെ ചോദ്യം ചെയ്തതിൽ നിന്നും ഈ പ്രധാന കണ്ണി ആരാണെന്ന് കണ്ടെത്തി തന്നെയാണ് പോലീസിനോട് ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. പക്ഷേ ഇവർ ഈ അന്വേഷണത്തോടെ കൃത്യമായി തന്നെ സഹകരിക്കുന്നില്ലെങ്കിലും ഈ വയനാട് സ്വദേശിയാണ് ഈ പ്രധാനപ്പെട്ട കണ്ണി, അല്ലെങ്കിൽ ഇവർക്ക് ലഹരി നൽകുന്നത് ഈ വയനാട് സ്വദേശിയാണെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇയാളെ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ തന്നെയാണ് പോലീസിന്റെ നേതൃത്വത്തിലെല്ലാം നിലവിലിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. കൂടാതെ തന്നെ ഈ അധ്യാപികമാരുടെ ഒരു സുഹൃത്ത്, ബാംഗ്ലൂരിലെ ഒരു വനിതാ സുഹൃത്തുണ്ട്. ഈ വനിതാ സുഹൃത്തും നിരീക്ഷണത്തിൽ തന്നെയാണ്. കാരണം ഇവരുമായി ലഹരി ഇടപാട് ഈ വനിതാ സുഹൃത്തിനുണ്ടോ എന്നുള്ള കാര്യം കൂടി തന്നെ പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ അന്വേഷണങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. കൂടാതെ തന്നെ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട്, ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു മാസം 12,000-15,000 രൂപയോളാണ് മാസ വരുമാനം എന്നുള്ളത്. പക്ഷേ ഇവരുടെ അക്കൗണ്ടിലൂടെ ഒരു വർഷത്തിനിടെ തന്നെ ഒഴുകിയത് കോടികളാണെന്നുള്ള പോലീസ് ഉൾപ്പെടെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ലഹരി കച്ചവടത്തിലൂടെയാണ് ഇത്തരത്തിൽ ഈ ഒരു ഇത്രയും വരുമാനം ഇവർ ഉണ്ടായത്, ആഡംബര ജീവിതം നയിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്.